ഹലോ 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 ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റാഡിൻ്റെ ഫൈനൽ വീഡിയോയിലേക്കാണ് പോകുന്നത്. സൗണ്ട് ചെറിയ പ്രശ്നമാണ്, അതുകൊണ്ട് നിങ്ങൾ വോളിയം കൂട്ടി വെച്ചിട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ ഞാൻ എന്തോ ഒരു ഗ്ലിച്ച് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് ബീം ചെയ്തപ്പോൾ ഡിസൈൻ കിട്ടിയത് കൊണ്ട് ഞാൻ പിന്നീട് ക്യാൻറ്റിലിവറിലേക്ക് വന്ന് ഞാൻ നോക്കിയില്ല. അപ്പോൾ കുറേ പേര് ക്യാൻറ്റിലിവർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കിട്ടാത്തതിൻ്റെ റീസൺ ഒന്നുമില്ല. അതായത് നമ്മൾ L/D റേഷ്യോ ഈക്വൽ ടു 7 ആണ്. അപ്പോൾ നമ്മൾ L/D റേഷ്യോയിൽ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെപ്ത് എടുക്കണം. ഞാൻ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ഡെപ്ത് അത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ക്യാൻറ്റിലിവർ ബീമിൻ്റെ ഡിസൈൻ കിട്ടാത്തത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്, ക്യാൻറ്റിലിവർ ബീമിൻ്റെ സ്പാൻ 7 മീറ്റർ ആണ്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. 7 മീറ്റർ, അപ്പോൾ L/D റേഷ്യോ 7 ആണ്. അപ്പോൾ 7000/7, അപ്പോൾ 1 മീറ്റർ ഡെപ്ത് എങ്കിലും എൻ്റെ ബീമിന് വേണം. 1 മീറ്റർ ഡെപ്ത് ബീമിന് കൊടുക്കാതെ ചെയ്താൽ എനിക്ക് ഒരിക്കലും ഡിസൈൻ കിട്ടില്ല. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ബീമിൻ്റെ ഡെപ്ത് ഡയമെൻഷൻ ഞാൻ മാറ്റുവാണ്. നിങ്ങൾ റെക്കോർഡിൽ എഴുതുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് നിങ്ങൾ 500 ക്രോസ് 1000 mm ഡെപ്ത് വേണം എടുക്കാൻ. 500 mm ബ്രെഡ്ത്തും 1000 mm ഡെപ്തും. ഓക്കെ, അത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം 500 ക്രോസ് 1000 mm ഡെപ്തിൻ്റെ ബേസിസിൽ വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ കിട്ടും നമുക്ക്. ഞാൻ തൽക്കാലം ഇത്രയും ലോഡിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മൾ അതുപോലത്തെ ഒരു ലോഡ് തന്നെ കാണിച്ചു തരാം. ക്യാൻറ്റിലിവർ ബീം ഓൾറെഡി എക്സിസ്റ്റ്, കുഴപ്പമില്ല, ഞാൻ ഓവർ റൈറ്റ് ചെയ്തു. ഞാനിവിടെ 3 മീറ്റർ ചെയ്യുവാണ്. 3 മീറ്റർ ചെയ്യുമ്പോൾ എനിക്ക് 3 മീറ്റർ ചെയ്യുമ്പോൾ ബ്രെഡ് എത്ര വേണം? 3000/7, 428 എങ്കിലും മിനിമം ഡെപ്ത് വേണം. അപ്പോൾ 3000/7 428. അപ്പോൾ ഞാൻ 500 ഡെപ്ത് കൊടുത്ത് തന്നെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ റെക്റ്റാങ്കുലർ സെക്ഷൻ 0.5 0.35 കൊടുത്ത് ആഡ് ചെയ്തു. അസൈൻ ടു വ്യൂ, സപ്പോർട്ട് ഞാൻ സ്പീഡ് ചെയ്യുവാണ്, കാരണം ഓൾറെഡി ഇത് നമ്മൾ ചെയ്തതായതുകൊണ്ട്. അസൈൻ ടു സെലക്ടഡ് നോട്ട്സ്, ജനറൽ ലോഡ്, ആഡ് ലൈവ് ലോഡ്, കേസ് 1 തന്നെ ഞാൻ കൊടുക്കുന്നു. മെമ്പർ ലോഡ് -20 D1 എന്ന് പറയുന്നത് 3 മീറ്റർ, ആഡ്, അസൈൻ ടു വ്യൂ. ഓക്കെ, ലോഡ് ആഡായി, എല്ലാം കൊടുത്തു, സപ്പോർട്ട് എല്ലാം ആയി. ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്ത് നോക്കുവാണ്. അനലൈസ് ചെയ്ത് ഓക്കെ, കിട്ടി. ഇനി ഞാൻ ഡിസൈനിലേക്ക് പോകുന്നു. ഞാൻ കോൺക്രീറ്റ് ഡിസൈൻ എടുക്കുന്നു. IS 456. ഓക്കെ, ഞാൻ അസൈൻ ടു വ്യൂ എല്ലാം കൊടുത്തു, അനലൈസ് ചെയ്തു, എററൊന്നുമില്ല, എനിക്ക് ഡിസൈൻ കിട്ടും. കോൺക്രീറ്റ് ഡിസൈൻ കണ്ടോ, കോൺക്രീറ്റ് ഡിസൈൻ വന്നു. ആ L/D റേഷ്യോ ആയിരുന്നു നമ്മുടെ അവിടുത്തെ പ്രശ്നം. ആ L/D റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴത്തേക്കും ക്യാൻറ്റിലിവർ ബീമിൻ്റെ ആണെങ്കിലും എനിക്ക് ഡിസൈൻ കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. L/D റേഷ്യോ ഫെമിലിയർ ആയിരിക്കണം സിംപ്ലി സപ്പോർട്ടഡ് ക്യാൻറ്റിലിവർ കണ്ടിന്യൂസ് ബീമിൻ്റെ കേസുകളിലൊക്കെ. ഓക്കെ, അപ്പോൾ ക്യാൻറ്റിലിവർ അത് അപ്ഡേറ്റ് ചെയ്ത് എക്സസൈസിൽ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യനിലെ വാല്യൂസ് മാറ്റുന്നില്ല, പകരം ബീം ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബീമാണ്, എന്നാലും അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ,
ഇനി ഞാൻ അടുത്തൊരു ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് ന്യൂ പ്രൊജക്റ്റ് സ്പേസ് ഞാനൊരു ഹൗസ് ചെയ്യുവാണ്. ഹൗസ് ആഡ് ബീം ഫിനിഷ്. ഓക്കെ, ഞാനൊരു ഹൗസ്, അതായത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹൗസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മിനിറ്റ്, ഓക്കെ. അപ്പോൾ എനിക്കിവിടെ എനിക്കൊരു 3 സ്റ്റോറി ഹൗസ് ഉണ്ട്, 3 നില. ഓരോ നിലയുടെയും ഹൈറ്റ് 3.5 മീറ്റർ ആണ്. മൊത്തം ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ലെങ്ത് വൈസ് 12 മീറ്റർ, ബ്രെഡ്ത്ത് വൈസ് 9 മീറ്റർ. 4 റൂമുണ്ട്, 3 മീറ്റർ ലെങ്ത്, അപ്പോൾ 12 മീറ്റർ ആയി ലെങ്ത് ഡയറക്ഷനിൽ. വിഡ്ത്ത് ഡയറക്ഷനിൽ 3 റൂം, ഓരോന്നും 3 മീറ്റർ ലെങ്ത്, അപ്പോൾ അത് ബ്രെഡ്ത്ത് വൈസ്. കോളം എല്ലാം 200 ക്രോസ് 350 mm, ബീം എല്ലാം 200 ക്രോസ് 300 mm, സ്ലാബ് തിക്നെസ് 150 mm. പിന്നെ കുറച്ച് ലോഡുകൾ തന്നിട്ടുണ്ട്. ലോഡുകൾ ഇതെല്ലാം IS 875 പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ എടുക്കേണ്ടതാണ്. പക്ഷെ ആ ലെവലിലേക്കൊന്നും നിങ്ങളുടെ എക്സ്പെരിമെന്റ്സ് പോവില്ലാത്തത് കൊണ്ട് ലോഡ് തരും. അപ്പോൾ ഈ ഒരു ബേസിസിൽ ഞാനൊരു വീട് ചെയ്യുവാണ്. അപ്പോൾ വീടെന്ന് പറയുമ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് എൻ്റെ ഒരു പ്ലാൻ ഞാനൊരു പ്ലാൻ ഞാൻ വരയ്ക്കാം. ഇങ്ങനെ ഒരു വീട് 12 മീറ്റർ ഇവിടെ, 9 മീറ്റർ സ്ക്വയർ പ്ലോട്ട്, റെക്റ്റാങ്കുലർ പ്ലോട്ട്, 12 മീറ്ററിൻ്റെ അവിടെ 4 മുറി, ഇവിടെ 3 മുറി. അപ്പോൾ 3 മീറ്ററിൻ്റെയും സ്ക്വയർ മുറികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഇത് ആണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിയാലിറ്റിയിൽ വീട് ഇങ്ങനെ ആയിരിക്കില്ല ഇരിക്കുന്നത്. ചിലപ്പോൾ ഇവിടെ എല്ലാം ഓപ്പണിംഗ് ആയിരിക്കും, പക്ഷേ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. ബീംസും കോളത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇതിന്റെ പുറത്ത് സ്ലാബ് വരും. അങ്ങനെ ഇത് സ്റ്റോറി ആയിട്ട് ഞാൻ പൊക്കി പോകും. അപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് മോഡൽ ചെയ്യേണ്ടത്. മോഡൽ ചെയ്തിട്ട് ഞാൻ ആ തന്നിരിക്കുന്ന ലോഡ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. റിയാലിറ്റിയിൽ ഒരുപാട് ലോഡ് വേറെ എടുക്കും, പക്ഷെ ആ തന്നിരിക്കുന്ന ലോഡ് മാത്രം വെച്ച് നമുക്ക് ഒരു വീടിന്റെ സ്ട്രക്ചറൽ ഡിസൈൻ നമുക്ക് എങ്ങനെ മോഡൽ ചെയ്യാം, സ്ട്രക്ചറലി എങ്ങനെ അനലൈസ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ വീടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. വീട്ടിനകത്ത് നമുക്ക് ആകെ സ്ട്രക്ചറൽ കമ്പോണന്റ് ആയിട്ട് വരുന്നത് ബീമും കോളോ സ്ലാബും മാത്രമേ ഉള്ളൂ. ചുമരിനകത്തൊന്നും ആരും റീഇൻഫോഴ്സ്മെന്റ് ഇടില്ല. ബ്രിക്കിനൊക്കെ ജസ്റ്റ് മോർട്ടാർ വർക്ക് മാത്രമേ അവിടെ ഉള്ളൂ. റീഇൻഫോഴ്സ്മെന്റ് വർക്ക് വരുന്നത് ബീം, കോളം, സ്ലാബ്. ചിലപ്പോൾ ഒരു കാന്റിലിവർ സ്ലാബ് ഉണ്ടാവാം, പിന്നെ കുറെ സൺഷെയ്ഡുകൾ ഉണ്ടാവാം. അതിനകത്ത് ലിൻഡൽസിനകത്ത് കുറെ റീഇൻഫോഴ്സ്മെന്റ് കാണും. അതെല്ലാം നെഗ്ലിജിബിൾ ആണ്. കാന്റിലിവർ സ്ലാബ് നെഗ്ലിജിബിൾ അല്ല, അതായത് ഈ ബാൽക്കണിയൊക്കെ അത് നെഗ്ലിജിബിൾ അല്ല. അപ്പൊ ആ ലെവലിൽ നമുക്ക് ഡീറ്റെയിലിംഗ് കൊണ്ടുപോകണ്ട. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ പെട്ടി പോലത്തെ ഒരു പ്ലാനിലുള്ള ഒരു വീടാണ് ഞാൻ ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത്, 3 നിലയുള്ള വീട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലോഡ് പ്രകാരമാണ് ഞാൻ ഇതിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഓപ്ഷനിൽ എനിക്കിത് ചെയ്തെടുക്കാം. ആ ഓപ്ഷനിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ അല്ലാതെ ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എക്സാമിന് സിമെട്രി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. സിമെട്രി ഇല്ലെങ്കിലും അത് ചെയ്തിട്ട് നോഡിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ എനിക്ക് സിമെട്രിയും ഒരു ഈക്വൽ സ്പേസിംഗ് ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ ഈക്വൽ സ്പേസിംഗ്, വൈ ഡയറക്ഷനിൽ ഈക്വൽ സ്പേസിംഗ്. അപ്പോൾ ഞാനിവിടെ ജോമെട്രിയിൽ പോയിട്ട് റൺ സ്ട്രക്ചർ വിസാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. എന്നിട്ട് ഞാനിവിടെ ട്രസ് മോഡൽ മാറ്റി ഫ്രെയിം മോഡൽ എടുക്കും, ബേ ഫ്രെയിം എടുക്കും. ബേ ഫ്രെയിം എടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യും. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ബേ ഫ്രെയിമിൻ്റെ ലെങ്ത് 12 മീറ്റർ ആണെന്ന് എനിക്കറിയാം. ലെങ്ത് 12 മീറ്റർ, ബ്രെഡ്ത്ത് 9 മീറ്റർ. അപ്പോൾ ലെങ്ത് 12 മീറ്റർ, വിഡ്ത്ത് 9 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 3 സ്റ്റോറി, 3.5 × 3, അപ്പോൾ 10.5 മീറ്റർ ആണ് ഹൈറ്റ്. ലെങ്ത് വൈസ് എത്ര ബ്രേക്കേജ് ഉണ്ട്? 4 ബ്രേക്കേജ് ഉണ്ട്. 3 മീറ്ററിന്റെ 4 റൂംസ് ആണ്. ഹൈറ്റ് വൈസ് എനിക്ക് 3 എണ്ണേ ഉള്ളൂ, വിഡ്ത്ത് വൈസ് എനിക്ക് 3 എണ്ണേ ഉള്ളൂ അല്ലേ. അതായത് ലെങ്ത് വൈസ് വന്നു കഴിഞ്ഞാൽ ഇത് മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലെങ്ത് വൈസ് വന്നു കഴിഞ്ഞാൽ 1 2 3 4, ബ്രെഡ്ത്ത് വൈസ് 1 2 3, ഹൈറ്റ് വൈസ് 3. അപ്പോൾ
ഇത് 12, ഹൈറ്റ് 10.5, വിഡ്ത്ത് വൈസ് 9, ലെങ്ത് വൈസ് 4, ഇവിടെ 3, ഇത് 3. അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിത് ഇങ്ങനെ ഒരു ഫിഗർ വരും. ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റാഡിൽ ക്രിയേറ്റ് ആവും. സ്റ്റാഡിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കോൺഫിഗറേഷൻ ക്രിയേറ്റ് ആവും. എനിക്ക് ഇതിങ്ങനെ 3Dയിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വ്യൂവിലൊക്കെ ഇത് റെപ്രസെന്റ് ചെയ്യാൻ ആരോ കീസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ റൊട്ടേഷൻ ചെയ്യുന്നത് കേട്ടോ. ആരോ കീസ് യൂസ് ചെയ്ത് എനിക്ക് എങ്ങനെ വേണോ ഇത് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്ഷൻസും യൂസ് ചെയ്ത് എനിക്ക് പല പല വ്യൂസ് എടുക്കാം, റൊട്ടേഷനൊക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നോഡും ബീംസും എല്ലാം വരും. ഇതൊരു സിമെട്രി ഉള്ളത് കൊണ്ടാണ് എനിക്ക് സ്ട്രക്ചർ വിസാർഡിൽ പോയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് അൺസിമെട്രി ഉണ്ടെങ്കിൽ എനിക്കിത് ഈ ഒരു നോഡ് എന്ന് പറയുന്നത് സൂക്ഷിച്ച് നോക്കുക. അതായത് ഇത് ഞാൻ ഇപ്പുറത്താണ് ഇരിക്കുന്നത്. ഒന്നിന്റെ പുറത്ത് കയറി ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതല്ല, 3 ഡയമെൻഷണൽ വ്യൂ വരുന്നതനുസരിച്ച് അത് ഇരിക്കുന്നതാണ് നോഡിന്റെ വ്യൂ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേ, ഇങ്ങനെ മോഡൽ ചെയ്തിട്ട് എനിക്ക് പ്രോപ്പർട്ടി എല്ലാം അസൈൻ ചെയ്യാം, ബീമിന്റെയും സ്ലാബിന്റെ എല്ലാം. അല്ലെങ്കിൽ എനിക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓരോന്നായിട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ആദ്യം ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ആവാൻ നല്ല ടൈം എടുക്കും. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ടഫ് മെത്തേഡിൽ കൂടെ ഞാൻ ഇത് കൊണ്ടുപോകണം. ടഫ് മെത്തേഡിൽ കൂടെ ഞാൻ ആദ്യം 000 ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഓരോ നോഡായിട്ട് അടിക്കുന്നതിന് പകരം ഞാൻ ഇവിടെ ഈ നോഡിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് കേഴ്സർ, നോഡ് കേഴ്സർ. ഇവിടെ ട്രാൻസ്ലേറ്റ് ആൻഡ് റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ എനിക്ക് 3 മീറ്റർ സ്പേസിങ്ങിൽ എനിക്ക് എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം അല്ലേ? 5 എണ്ണം വേണം, സോറി. 3, 6, 9, 12 അല്ല, 4 എണ്ണം മതി. 4 എണ്ണം മതി. 3 മീറ്റർ സ്പേസിങ്ങിൽ 4 എണ്ണം ഞാൻ കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു. എനിക്ക് എക്സ് ഡയറക്ഷനിൽ ലോഡ് വന്നു, എക്സ് ഡയറക്ഷനിൽ നോഡ് വന്നു. ഓക്കെ, എക്സ് ഡയറക്ഷനിൽ നോഡ് വന്നു. ഇനി ഈ നോഡുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു. ഇസഡ് ഡയറക്ഷനിൽ 3 മീറ്റർ സ്പേസിങ്ങിൽ എനിക്ക് 3 എണ്ണം വേണം. ഓക്കെ കൊടുക്കുന്നു, നോഡ് വന്നു. അപ്പോൾ ഇത് ബേസിക്കലി 12 മീറ്റർ ആണ്, ഇത് ബേസിക്കലി 9 മീറ്റർ ആണ്. അപ്പോൾ നോഡ് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ഇവിടെ ബീം ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ബീം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനെ ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു. എക്സ് ഡയറക്ഷനിൽ എനിക്ക് 1, 2, 3 എണ്ണം വേണം. ഡീഫോൾട്ട് സ്പേസിങ് 3 ആണ്, 3 എണ്ണം വേണം. ഓക്കെ കൊടുത്തു, 3 ബീംസ് വന്നു. ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ വൈ ഡയറക്ഷൻ കൊടുത്തു. വൈ ഡയറക്ഷനിൽ 1, 2, 3 എണ്ണം വേണം. 3 മീറ്റർ സ്പേസിങ്ങിൽ 3. അയ്യോ, അത് വൈ ഡയറക്ഷനാണ് ഞാൻ കൊടുത്തത്, ഇസഡ് ഡയറക്ഷനാണ് കൊടുക്കേണ്ടിയിരുന്നത്, സോറി. 3. ഓക്കെ, അതുപോലെ ഞാൻ ഇവിടെ ഒരു ഇത് വരച്ചു. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എക്സ് ഡയറക്ഷനിൽ 1, 2, 3, 4 എണ്ണം വേണം. ഡീഫോൾട്ട് സ്പേസിങ് 3, 4 എണ്ണം. ഓക്കെ, അതുപോലെ ഇത് ഇസഡ് ഡയറക്ഷനിൽ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഓരോന്നും ക്രിയേറ്റ് ചെയ്യാം. ആദ്യത്തേതുപോലെ ചെയ്താൽ മതി. പക്ഷെ ചിലപ്പോൾ എങ്ങാനും എക്സ്റ്റേണൽ ആണ് ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നതെങ്കിൽ എക്സ്റ്റേണലിന് ഓരോ റൂമിൽ ഓരോ സൈസ് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പോലെ ചെയ്യാൻ പറ്റില്ല. അത് ഇതുപോലെ എഡിറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ഇസഡ് ഡയറക്ഷനിൽ 2 എണ്ണം, ഡീഫോൾട്ട് സ്പേസിങ് 3 എണ്ണം, 2 എണ്ണം. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു പ്ലാനായി. പക്ഷേ എനിക്ക് ബേസിൽ ഇത്രയും ബീമും കാര്യങ്ങളൊന്നുമില്ല. ബേസ് ഫ്രീ ആണ്. പക്ഷേ തൽക്കാലം അതവിടെ നിന്നോട്ടെ. ഞാൻ ഇതിനെ ഒരു പ്ലാൻ വ്യൂവിൽ പോയിട്ട് ഞാൻ നോഡ് കേഴ്സർ വെച്ചിട്ട് എല്ലാ നോഡ്സിനെയും സെലക്ട് ചെയ്യുന്നു. സോറി, ഈ ഒരു എലിവേഷൻ വ്യൂവിൽ പോയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3Dയിൽ വരുമ്പോഴത്തേക്കും എല്ലാം സെലക്റ്റഡ് ആയിട്ട് കാണും. ഇതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ നിന്ന്, സോറി, സെലക്ട് കേഴ്സർ, നോഡ് കേഴ്സർ, ഞാൻ 3Dയിൽ വരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. വൈ ഡയറക്ഷനിൽ ഞാൻ
ഒരു സ്റ്റെപ്പ് എടുക്കുന്നുള്ളൂ. 3.5 മീറ്റർ ഹൈറ്റിലേക്ക് ഞാൻ ചെയ്യുന്നു. 3.5 മീറ്റർ ഹൈറ്റിലേക്ക് ഇങ്ങനെ 3 ഡയമെൻഷനിലേക്ക് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് അത് കാണാൻ ഒരു ഡിഫിക്കൽട്ടി തോന്നുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഓരോ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. എന്നിട്ട് ഞാനിവിടെ ആദ്യത്തെ ഇതും ഈ നോഡും തമ്മിൽ ബീം വെച്ച് കണക്ട് ചെയ്തു. എൻ്റെ കോളം ചെയ്യുന്നു. കോളത്തിനെ ഞാനിവിടെ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുവാണ്. ഞാനിവിടെ ഇസഡ് ഡയറക്ഷനിൽ 1 2 3 എണ്ണം വേണം. സ്പേസിങ് 3 എണ്ണം ഇസഡ് ഡയറക്ഷനിൽ വന്നു. അതുപോലെ ഞാനിതിനെ ഓരോ കോളത്തിനെയും വീണ്ടും സെലക്ട് ചെയ്യുന്നു. എനിക്കിങ്ങനെ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണമെന്നില്ല. ഞാനിവിടെ സെലക്ട് ഓപ്ഷനിൽ പോയിട്ട് ബീംസ് പാരലൽ ടു അല്ലെങ്കിൽ ബീംസ് പാരലൽ ടു വൈ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കോളംസ് എല്ലാം സെലക്ട് ആവും. വൈ ഡയറക്ഷന് പാരലൽ ആയിട്ടിരിക്കുന്ന ബീംസ് മാത്രം സെലക്ട് ആവും. ഞാനിതിനെ എക്സ് ഡയറക്ഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് 4 എണ്ണം വേണം. സ്പേസിങ് 3 ആണ്. ഓക്കെ, കോളമായി. ഓക്കെ, എല്ലാ കോളവുമായി. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകുന്നു. ഞാൻ ബീം കേഴ്സർ എടുക്കുന്നു. എന്നിട്ട് ബോട്ടത്തിലുള്ള ബീംസ് എല്ലാം സെലക്ട് ചെയ്യുന്നു. 3D നോക്കുമ്പോൾ ബീംസ് എല്ലാം സെലക്ട് ആയി. ഞാൻ ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു. വൈ ഡയറക്ഷൻ കൊടുക്കുന്നു. ഒരു സ്റ്റെപ്പ് 3.5 മീറ്റർ ഹൈറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ഇവിടെ വരുന്നു. ഞാൻ കേഴ്സർ എടുക്കുന്നു. ബീം കേഴ്സർ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ബീമിനെ സെലക്ട് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. 31 beams will be deleted. ബീംസ് ഡിലീറ്റ് ആയി. അപ്പോൾ ഈ ഷേപ്പ് എനിക്ക് കിട്ടി. ഫസ്റ്റ് സ്റ്റോറിയുടെ ഷേപ്പ് എനിക്ക് കിട്ടി. ഫസ്റ്റ് സ്റ്റോറിയുടെ ഷേപ്പ് കിട്ടിയെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് ഞാൻ ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു. 2 steps അല്ല, ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ 3.5 കൊടുക്കുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റോറി ആയി. അതുപോലെ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഞാൻ വീണ്ടും വൈ ഡയറക്ഷനിൽ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ കൊടുക്കുന്നു. 3.5 തേർഡ് സ്റ്റോറി ആയി. 3Dയിൽ വരുമ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഒറ്റ ക്ലിക്കിന് നമ്മൾ മോഡൽ ചെയ്തെടുത്തത്. അതിനെയാണ് ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും ടൈം എടുത്ത് ചെയ്ത്. ഓക്കെ, അപ്പോൾ 3 സ്റ്റോറി ആയി. 3 സ്റ്റോറി ആയിട്ട് ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന 3 ഡയമെൻഷനിലേക്ക് നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് ഓൺ ആണല്ലോ അല്ലേ, ഭാഗ്യം. ഞാൻ S2ECക്ക് വേണ്ടി ഒരു 1.5 hour വീഡിയോ റെക്കോർഡ് എടുത്ത് കഴിഞ്ഞിട്ടാണ് റെക്കോർഡിംഗ് ഓൺ അല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി 3 ഡയമെൻഷനിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ബീംസും കോളവും മാത്രം പോരാ, സ്ലാബും ചെയ്യണം. അപ്പോൾ ഇവിടെ നോഡ് അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്ന പോലെ, ബീമിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത് പോലെ എനിക്ക് സ്ലാബ് അല്ലെങ്കിൽ പ്ലേറ്റ് എലിമെന്റ്സ് എന്ന് നമ്മൾ പറയും. നമ്മൾ പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു വ്യൂവിൽ നിന്നുകൊണ്ട് പ്ലേറ്റ് വരച്ചെടുക്കാൻ, ഓരോ സ്റ്റോറിയിലും റൂഫ് സ്ലാബ് വരച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാനിതിനെ ഈ ഒരു വ്യൂവിലേക്ക് വന്നിട്ട് ഞാൻ മുകളിലത്തെ ഇത് മാത്രം സെലക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേ എവിടെയാണ്, കട്ട് സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. എന്നിട്ട് സെലക്ട് വ്യൂ ഹൈലൈറ്റഡ് വൺലി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് മാത്രം എനിക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഏറ്റവും മുകളിലത്തെ നിലയിലെ സ്ലാബാണ് ഞാനിവിടെ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും മുകളിലത്തെ നിലയിലെ സ്ലാബ്. അതിനു മുന്നേ അത് സ്ലാബിൽ ഞാൻ ആദ്യം ഒരു ആഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. ആഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് സ്ക്വയർ പ്ലേറ്റ്സ് ആണ്. അപ്പം ഞാൻ 4 നോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. 4 നോഡ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ പ്ലേറ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ, എനിക്കിത് പ്ലേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് കേഴ്സർ, പ്ലേറ്റ് കേഴ്സർ. ഇവിടെ ഒരു പ്ലേറ്റ് ആണ്, പ്ലേറ്റ് കാണാൻ പറ്റും. പ്ലേറ്റിൻ്റെ സൈസ്, പ്ലേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. പ്ലേറ്റ് പ്രോപ്പർട്ടീസ് ഞാൻ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്ലേറ്റിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ജോമെട്രിയിൽ പോയിട്ട് പ്രോപ്പർട്ടി എനിക്ക് ഇപ്പോൾ കൊടുക്കണോ ലാസ്റ്റ് കൊടുക്കണോ? അല്ല, പ്ലേറ്റ് നമുക്ക് എല്ലാം കൊടുക്കാം. നമുക്ക് പ്ലേറ്റ് എല്ലാം ഞാൻ ഈ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് ഞാൻ പ്ലേറ്റ് പ്രോപ്പർട്ടി ഞാൻ തൽക്കാലം ഇപ്പോൾ കൊടുക്കുന്നില്ല. കോളം കൊടുത്തതുപോലെ ഞാൻ കോളവും ബീമും കൊടുക്കാത്തതുപോലെ ഞാൻ ഹോൾഡ് ചെയ്യുവാണ്. ഈ ഒരു പ്ലേറ്റിനെ ഞാൻ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. ഞാനിവിടെ എക്സ് ഡയറക്ഷനിലേക്ക് എനിക്ക് 3 എണ്ണം വേണം. സ്പേസിങ് 3 എണ്ണമാണ്. പ്ലേറ്റായി, ഇവിടെയും പ്ലേറ്റായി. കൺട്രോൾ അടിച്ച് ഈ പ്ലേറ്റുകളെല്ലാം സെലക്ട് ചെയ്യുന്നു.
എന്നിട്ട് ഞാനിവിടെ ട്രാൻസ്ലേറ്റ് കൊടുക്കുന്നു. ഇസഡ് ഡയറക്ഷനിൽ എനിക്ക് 2 എണ്ണം വേണം, 3 സ്പേസിങ് വെച്ചിട്ട് 2 എണ്ണം വേണം. ഓക്കെ കൊടുക്കുന്നു. അയ്യോ തെറ്റായിരുന്നു, ഞാൻ ഒന്നുകൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് സ്റ്റെപ്സ് 2 എണ്ണം, ഡീഫോൾട്ട് സ്പേസിങ് 3 എണ്ണം. ഓക്കെ ഇത് ഏത് ഡയറക്ഷനിലാണ് പോയത്? ഡയറക്ഷൻ മാറിപ്പോയി. അപ്പോൾ തന്നെ കൺട്രോൾ ഇസഡ് അടിച്ചാൽ മതിയേ. ഇസഡ് ഡയറക്ഷനിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് 2 എണ്ണം, ഡീഫോൾട്ട് സ്പേസിങ് 3 എണ്ണം. ഓക്കെ വന്നു. അപ്പോൾ ഇവിടെ എല്ലാം പ്ലേറ്റ് വന്നു. ഇല്ല, പ്ലേറ്റ് സ്റ്റക്കായി. സേവ് ആയിട്ടില്ല. സോഫ്റ്റ്വെയർ സ്റ്റക്കായി. ഞാനൊന്ന് ക്ലോസ് ചെയ്യുവാണ്. സേവ് ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. സേവ് ചേഞ്ചസ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഞാനത് ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ക്രാഷ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം സ്ട്രക്ചറിൻ്റെ ഇത് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആവും. അത് സ്റ്റാഡിനുള്ളതാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റ്സ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. സെലക്ട് കേഴ്സർ, പ്ലേറ്റ് കേഴ്സർ. ഞാൻ പ്ലേറ്റ്സ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. 6 പ്ലേറ്റ്. ഒന്നും കൂടി ഞാൻ പ്ലേറ്റ് വരയ്ക്കാം. സെലക്ട് കേഴ്സർ, ബീം കേഴ്സർ, വ്യൂ, കട്ട് സെക്ഷൻ, വ്യൂ, ഹൈലൈറ്റഡ്. ഓക്കെ 3D ജോമെട്രി, 4 നോഡഡ് പ്ലേറ്റ്. ഞാൻ 4 നോഡഡ് പ്ലേറ്റ് വരയ്ക്കുന്നു. ആദ്യത്തെ പ്ലേറ്റ് കേഴ്സർ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും പ്ലേറ്റ് ഇല്ല, ഇവിടെ മാത്രമേ പ്ലേറ്റ് ഉള്ളൂ. ഞാനിതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. എക്സ് ഡയറക്ഷനിൽ എനിക്ക് 3 എണ്ണം വേണം. നമ്പർ ഓഫ് സ്റ്റെപ്സ് 3 എണ്ണം, ഡീഫോൾട്ട് സ്പേസിങ് ഓൾസോ 3 എണ്ണം. എക്സ് ഡയറക്ഷനിൽ പ്ലേറ്റ് ആയി. ഇനി ഇസഡ് ഡയറക്ഷനിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുവാണ്. ഇസഡ് ഡയറക്ഷനിൽ എനിക്ക് 2 എണ്ണം വേണം. ഡീഫോൾട്ട് സ്പേസിങ് 3. ഇസഡ് ഡയറക്ഷനിലും പ്ലേറ്റ് ആയി. എല്ലായിടത്തും പ്ലേറ്റ് ആയി. പ്ലേറ്റ് കേഴ്സറിൽ വെച്ചിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി, പ്ലേറ്റുകളെല്ലാം സെലക്ട് ആവും. ഞാൻ എന്നിട്ട് ഈ പ്ലേറ്റുകളെല്ലാം സെലക്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും കട്ട് സെക്ഷനിൽ പോയിട്ട് ഷോ ഓൾ ഓപ്ഷൻ കൊടുക്കുന്നു. എല്ലാം വന്നു. ഈ പ്ലേറ്റുകൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഞാൻ ട്രാൻസ്ലേറ്റ് പോയി, എന്നിട്ട് വൈ ഡയറക്ഷനിൽ ഞാൻ 2 സ്റ്റെപ്പ് കൊടുത്തു. സ്പേസിങ് -3.5 കൊടുത്തു, താഴോട്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ താഴോട്ടും പ്ലേറ്റ്സ് വന്നു. അത് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും പ്ലേറ്റ് വന്നു, ഇവിടെയും പ്ലേറ്റ് വന്നു. ഓക്കെ, അപ്പോൾ സ്ലാബ്, ബീം, കോളം, ഇത്രയും സാധനങ്ങൾ നമ്മൾ മോഡൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് പ്ലേറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റിൻ്റെ കേഴ്സർ കാണാൻ പറ്റും. പ്ലേറ്റ് നമ്പർ, പ്ലേറ്റിനൊക്കെ നമ്പർ ഉണ്ട്. ഈ ബീം നമ്പർ, നോഡ് നമ്പർ ചെയ്യുന്നത് പോലെ എനിക്കിവിടെ പ്ലേറ്റും ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ പ്ലേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ പ്ലേറ്റുകളെല്ലാം സെലക്ട് ആയിക്കൊണ്ടിരിക്കും. ഏതൊക്കെ നോഡുകൾ, 4 നോഡുകൾ തമ്മിലാണ് കണക്റ്റ് ആകുന്നത്. ഓരോ പ്ലേറ്റും ഏതൊക്കെ നോഡുകൾ തമ്മിലാണ് കണക്റ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ നോഡ് ഓർഡറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കോർണർ സ്ട്രെസ്സസ് കണ്ടുപിടിക്കുമ്പോൾ ഒരേ പാറ്റേണിലാണ് നോഡിൻ്റെ ഓർഡർ പോയിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ സ്ട്രക്ചർ ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് അനാലിസിസ് ഒക്കെ ഭയങ്കര ഈസി ആവത്തുള്ളൂ. അതെല്ലാം വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല. അപ്പോൾ അതെല്ലാം ആയി. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ തിക്നെസ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആദ്യം പ്ലേറ്റിൻ്റെ തിക്നെസ് ഞാൻ മെറ്റീരിയൽ കോൺക്രീറ്റ് ആക്കുന്നു. 0.15 ആണ് തിക്നെസ്. ഞാൻ ആഡ് ചെയ്യുന്നു, പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടെ ഡിഫൈൻ റെക്റ്റാങ്കുലർ, നമ്മുടെ ഡയമെൻഷൻ എങ്ങനെയായിരുന്നു? കോളം 200 × 350 mm. അപ്പോൾ ഞാൻ കോളം റെക്റ്റാങ്കിൾ തന്നെയാണ്. 0.35, 0.2 കോളം ക്രിയേറ്റ് ചെയ്തു. ബീം എന്ന് പറയുന്നത് 200 × 300 mm, 0.3, 200 ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതെല്ലാം എനിക്ക് അസൈൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം സെലക്ട് കേഴ്സർ, ഞാൻ പ്ലേറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സെലക്ട് കേഴ്സർ കൊടുത്തിട്ട് ഞാൻ പ്ലേറ്റ് കേഴ്സർ കൊടുത്തിട്ട് ഞാൻ ഫുൾ സ്ട്രക്ചറിനെ അങ്ങ് സെലക്ട് ചെയ്തു. അപ്പോൾ എൻ്റെ പ്ലേറ്റ് എല്ലാം സെലക്ട് ആയി. അസൈൻ ടു സെലക്റ്റഡ് പ്ലേറ്റ്സ്. എൻ്റെ പ്ലേറ്റിലെല്ലാം ഞാൻ പ്ലേറ്റ് തിക്നെസ് കോൺക്രീറ്റ് എന്ന പ്രോപ്പർട്ടി 150 mm തിക്നെസ് സ്ലാബ്
കോൺക്രീറ്റ് സ്ലാബ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീനെ അസൈൻ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ റെക്റ്റാങ്കിൾ ഇതെന്ന് പറയുന്നത് കോളമാണ്. അപ്പോൾ ഞാൻ കോളം സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ സെലക്ട് പോയി ബീംസ് പാരലൽ ടു വൈ ഡയറക്ഷൻ കൊടുത്തു. എൻ്റെ എല്ലാ കോളവും സെലക്ട് ആയി. അസൈൻ ടു സെലക്റ്റഡ് ബീംസിൽ തന്നെ കൊടുത്തു. അസൈൻ കോളം സെലക്ട് ആയി. ഓക്കെ, കോളത്തിന് പ്രോപ്പർട്ടി ആയി. അടുത്ത ഇത് സെലക്ട് ചെയ്തു. ഞാൻ സെലക്ട് പോയി ബീംസ് പാരലൽ ടു എക്സ് ആക്സിസ് സെലക്ട് ചെയ്തു. പക്ഷേ അത് മാത്രം പോരാ, എനിക്ക് വൈയും കൂടെ വേണം. ഞാൻ കൺട്രോൾ അടിച്ചുകൊണ്ട് ബീംസ് പാരലൽ ടു ഇസഡും കൊടുത്തു. അപ്പോൾ എൻ്റെ എല്ലാ ബീംസും സെലക്ട് ആയി. അസൈൻ ടു സെലക്റ്റഡ് ബീംസ് എല്ലായിടത്തും അസൈൻ ആയി. പ്രോപ്പർട്ടി എല്ലാം കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ സപ്പോർട്ട് പോകുന്നു. ഒരു വീടെന്ന് പറയുമ്പോൾ അതിൻ്റെ സപ്പോർട്ട്സ് എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. സൈസ്മിക് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റോളേഴ്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ സപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു എലിവേഷൻ വ്യൂവിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തു. എൻ്റെ നോഡെല്ലാം സെലക്ട് ആവും. ഓക്കെ, അസൈൻ ടു സെലക്റ്റഡ് നോഡ്സ് എല്ലാ സപ്പോർട്ടും ഫിക്സ്ഡ് ആക്കി. ഓക്കെ, സപ്പോർട്ട്സും എല്ലാം ആയി. ഇനി പ്രോപ്പർട്ടി ആയി. ഇനി അടുത്ത ലോഡും കൂടിയേ ബാക്കിയുള്ളൂ. ലോഡിലേക്ക് പോകുന്നു. ഞാൻ ആദ്യം പ്രൈമറി ലൈവ് ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് ലോഡ് കേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ UDL ഉണ്ട് 20 kN/m. അതുപോലെ അതിന് മുകളിൽ വേറെ എന്തൊക്കെയുണ്ട്. സെൽഫേറ്റ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. സെൽഫേറ്റ് സെപ്പറേറ്റ് കേസായിട്ട് എടുക്കേണ്ടി വരും. ഞാൻ തൽക്കാലം ഇത് എടുക്കുന്നില്ല. അത് പറഞ്ഞാൽ മാത്രം എടുക്കുക. കൺസിഡർ സെൽഫേറ്റ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തേതിനകത്ത് സെൽഫേറ്റ് ക്രിയേറ്റ് ചെയ്യാം. സെൽഫേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇത് ഞാൻ ഡെഡ് ലോഡ് ആക്കി ചേഞ്ച് ചെയ്തു. പേര് ഡെഡ് ലോഡ് എന്നാക്കി ചേഞ്ച് ചെയ്തു. സെൽഫേറ്റ് ഞാൻ അസൈൻ ടു വ്യൂ കൊടുത്തു. എല്ലാ മെറ്റീരിയലിൻ്റെ സെൽഫേറ്റ് അസൈൻഡ് ആയി. എല്ലാ മെമ്പേഴ്സിലുമായി. ഞാനിനി അടുത്തത് ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ലൈവ് ലോഡിനകത്ത് ഞാൻ ഒരെണ്ണം ആഡ് ചെയ്യുന്നു. ആദ്യം എൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 kN/m² ഫ്ലോർ ലോഡ് ഓൺ ഓൾ ഫ്ലോർസ്. റൂഫിൽ മാത്രം 2 kN. അപ്പോൾ ഞാൻ 4 kN ഫ്ലോർ ലോഡ് എടുക്കുന്നു. -4 ഫ്ലോർ ലോഡ് എടുത്താലും പ്ലേറ്റ് ലോഡ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. -4 കൊടുത്തു. പ്രഷർ വൈ ഡയറക്ഷൻ. റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇസഡ് റേഞ്ച് അത് ഓരോ പ്ലേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുമ്പോഴാണ്. 3 മീറ്റർ ഞാനിത് അസൈൻ ചെയ്തു, ആഡ് ചെയ്തു. റേഞ്ച് കൊടുക്കാം. റേഞ്ച് കൊടുക്കാതെ അതെടുക്കില്ല. ഡിഫൈൻ വൈ റേഞ്ച് എന്ന് പറയുന്നത് 10.5 വരെയാണ് മാക്സിമം പോകുന്നത്. എക്സ് റേഞ്ച് എന്ന് പറയുന്നത് 12 വരെയാണ് പോകുന്നത്. ഇസഡ് റേഞ്ച് എന്ന് പറയുന്നത് 9 വരെയാണ് പോകുന്നത്. ഓക്കെ, ലോഡ് അപ്ലൈ ആയി. ലോഡ് അതായത് ആ ഒരു റേഞ്ചിനകത്തുള്ള എല്ലാ പ്ലേറ്റിലും ആ എക്സ് വൈ ഇസഡ് റേഞ്ചിനകത്തുള്ള എല്ലാ പ്ലേറ്റിലും ഈ 4 kN അപ്ലൈ ആയി. ഓക്കെ, സ്റ്റാഡിൽ അത് ഈസ് ഓഫ് ഇതിന് വേണ്ടിയിട്ടാണ് സ്റ്റാഡിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അത് ഈക്വൽ ആയിട്ടാണ് അപ്ലൈ ആയിട്ടുണ്ടാവുക. അത് ഡിസ്പ്ലേയിങ് അങ്ങനെ കാണിക്കത്തുള്ളൂ. അപ്പോൾ ലൈവ് ലോഡ് ഒരെണ്ണമായി. ഇതിപ്പോൾ എത്രയായിരുന്നു എൻ്റെ മാഗ്നിറ്റ്യൂഡ്? 4. ഇത് എല്ലാ ഫ്ലോറിലും അപ്ലൈ ആയി. പക്ഷേ നമുക്ക് എല്ലാ ഫ്ലോറിലും വേണ്ടായിരുന്നു. നമുക്ക് ടോപ്പ് ഫ്ലോറിൽ വേണ്ട. അപ്പം ഞാൻ വൈ റേഞ്ച് മാറ്റി. ഞാൻ 10.5 മാറ്റിയിട്ട് 7 കൊടുക്കുന്നു. 7 കൊടുത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ ടോപ്പ് ഫ്ലോറിൽ നിന്ന് അത് മാറി. ടോപ്പ് ഫ്ലോർ ഒഴിച്ചുള്ള എല്ലാ ഫ്ലോറിലും അത് അപ്ലൈ ആയി. ഓക്കെ, ഇനി ഞാൻ ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്ലോർ ലോഡ് അവിടെ -2 കൊടുക്കുമ്പോൾ വൈ റേഞ്ച് എന്ന് പറയുന്നത് മിനിമം 0 അല്ല 7 അപ്ലൈ ആകുമോ? 7 വേണ്ട. ഞാൻ 7.5 കൊടുക്കുന്നു. 10.5 കൊടുക്കുന്നു. എക്സ് റേഞ്ച് എന്ന് പറയുന്നത് 0 to 12. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇസഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 9 ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് ബോട്ടം ഫ്ലോറിൽ രണ്ടിടത്തും ടോപ്പ് ഫ്ലോറിൽ മാത്രം അപ്ലൈ ആയി. ബ്ലൂ ആയിട്ട് നിൽക്കുന്നതാണ് സെലക്റ്റഡ് ആയിട്ടുള്ള
ലോഡ്, ബ്ലൂ ആയിട്ട് നിൽക്കുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള ലോഡ്. ടോപ്പ് ഫ്ലോറിൽ മാത്രം ആ 2 kN അപ്ലൈ ആയി. പച്ചയായിട്ട് നിൽക്കുന്നത് ഈ ലൈവ് ലോഡ് എന്ന് പറയുന്ന കേസിനകത്ത് നിൽക്കുന്ന ലോഡുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സെൽഫേറ്റ് വന്നാൽ അത് മാത്രമേ ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ലൈവ് ലോഡിനകത്ത് വരുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിലും സെലക്ട് ചെയ്യാത്ത പച്ച കളറിലും കാണിക്കും. ഓക്കെ, അപ്പം ലൈവ് ലോഡായി. ഇനി ഞാൻ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഡെഡ് ലോഡും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു കേസും കൂടി. ഡെഡ് ലോഡ് ഞാനിതിനെ വെയറിംഗ് കോഴ്സ് എന്ന് കൊടുത്ത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെയറിംഗ് കോഴ്സ്. ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ലാബിലും 3 kN/m². അപ്പം ഞാനിത് ആഡ് ചെയ്യുന്നു. ഫ്ലോർ ലോഡ് -3, y റേഞ്ച് 0 to 10.5, x റേഞ്ച് 12, ഇത് 9. ആഡ് ക്ലോസ്. എല്ലാ ഫ്ലോറിലും വെയറിംഗ് കോഴ്സ് ലോഡും ആഡായി. ഓക്കെ, വെയറിംഗ് കോഴ്സ് ലോഡ് ആഡായി. ഇനി അടുത്തത് ഒരു ലോഡ് കേസ് ഉണ്ട്. അടുത്ത ലോഡ് കേസ് എന്ന് പറയുന്നത് ഇത്. ഞാനിപ്പോൾ ഓരോന്നും ഡിഫറെൻറ്റ് കേസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ റിസൾട്ട്സും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടി വരും. എല്ലാം ലൈവ് ലോഡ് എല്ലാം ഒന്നിൻ്റെ അടിയിൽ കൊടുത്താൽ അതിനെ ബേസ് ചെയ്ത് റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ലോഡ് കോമ്പിനേഷൻ ചെയ്യാം. ലോഡ് കോമ്പിനേഷൻ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി ചെയ്യുക. ആ കൺവീനിയൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കാണിക്കുക. നിങ്ങൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോഡ് കേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം വയ്ക്കുക. എന്നിട്ട് ക്രിട്ടിക്കൽ കേസ് ഏതാണോ അത് മാത്രം, ഏറ്റവും കൂടുതൽ വാല്യൂസ് വരുന്ന ഏതാണോ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഇനി അടുത്തത് വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നല്ല, 20 kN വാൾ ലോഡ് എല്ലാ ബീംസിലും കൊടുക്കണം. അപ്പം ഞാൻ ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ ഇവിടെ ലൈവ് ലോഡിനകത്ത് കണ്ട ഇവിടെ വെയറിംഗ് കോഴ്സ് വന്നാലാണ് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു പുതിയ ഡെഡ് ലോഡും കൂടെ ക്രിയേറ്റ് ചെയ്തു. വാൾ ലോഡ് എന്ന് ടൈറ്റിൽ കൊടുത്തു. വാൾ ലോഡ് കൊടുത്തിട്ട് ഇവിടെ ഞാൻ ആഡ് മെമ്പർ ലോഡ് യൂണിഫോം ഫോഴ്സ്. എല്ലാ ബീമിൻ്റെ മെമ്പേഴ്സും എനിക്ക് 3 മീറ്റർ ആണ് അല്ലേ, എല്ലാ ബീമും 3 മീറ്റർ ആണ്. അപ്പം ഞാൻ ലോഡ് എന്ന് പറയുന്നത് -20 കൊടുത്തു, D1 എന്ന് പറയുന്നത് 3 കൊടുത്തു, ആഡ് ചെയ്തു. ഓക്കെ, ക്ലോസ്, അത് കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് സെലക്ട് വ്യൂവിൽ വന്നു. സെലക്ട് ബീംസ് പാരലൽ ടു എക്സ്, കൺട്രോൾ അടിച്ചു, സെലക്ട് ബീംസ് പാരലൽ ടു ഇസഡ്. എന്നിട്ട് ഞാൻ ഇത് കൊടുത്തിട്ട് അസൈൻ ടു സെലക്ടഡ് ബീംസ്. എല്ലാ ബീംസിലും ഞാൻ ഇത് ഇങ്ങനെ വരാനുള്ള റീസൺ റേഞ്ച് കൊടുത്തില്ല. ഓക്കെ, ഞാനിവിടെ D1 എന്ന് പറയുന്നത് 0 കൊടുക്കണം, D1 എന്ന് പറയുന്നത് 0 കൊടുക്കണം, D2 എന്ന് പറയുന്നത് 3 കൊടുക്കണം. ചേഞ്ച്. ഓക്കെ, അപ്പോൾ UDL ആയിട്ട് വന്നു. ഓക്കെ, UDL ആയിട്ട് വന്നു. എല്ലാ ബീമിലും വാൾ ലോഡ് ഞാൻ UDL ആയിട്ട് കൊടുത്തു, ചുമരിൻ്റെ ലോഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രോപ്പർട്ടിയുമായി നമുക്ക് അനലൈസ് ചെയ്യാം. അനാലിസിസ് റൺ. ഓക്കെ, അനലൈസ് ആയി. എനിക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ പോയിട്ട് എനിക്ക് ഓരോന്നിൻ്റെയും ബേസിസിൽ എനിക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഇതാണ് എല്ലാം കൂടെ സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഞാൻ ലോഡ് എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യണം. എൻവലപ്പ് എന്ന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എഫക്റ്റ് ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു ലോഡ് എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ റിയൽ ലൈഫ് പ്രൊജക്റ്റിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സിലബസിലൊന്നും ആ ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോഡ് കോമ്പിനേഷൻ, ഇൻഫാക്ട് ലോഡ് കോമ്പിനേഷൻ പോലും നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോകില്ല. ലോഡ് കോമ്പിനേഷൻ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. IS 875 പാർട്ട് 1 ഡെഡ് ലോഡ്, IS 875 പാർട്ട് 2 ലൈവ് ലോഡ്, IS 875 പാർട്ട് 3 വിൻഡ് ലോഡ്, IS 875 പാർട്ട് 4 സ്നോ ലോഡ്, നോർത്ത് ഇന്ത്യയിൽ മാത്രം ആപ്ലിക്കബിൾ ആവുന്നത്, IS 875 പാർട്ട് 5 സ്പെഷ്യൽ കേസ് ലോഡ്. ഇതിൽ നിന്നാണ് നമ്മൾ ലോഡിന്റെ കോമ്പിനേഷൻ എടുക്കുന്നത്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു 1.5, ഡെഡ് ലോഡ് പ്ലസ് എർത്ത് ലോഡ് ഇൻറ്റു 1.2, അങ്ങനെ ആ ഒരു ഫാക്ടർ വെച്ച്, സേഫ്റ്റി ഫാക്ടറൊക്കെ വെച്ച് നമ്മൾ എടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് റിയാക്ഷൻസ് എല്ലാം കിട്ടും. ഇവിടെ ഭയങ്കര കൺജഷൻ ആയിരിക്കും. ഞാൻ സെലക്ട് ടെക്സ്റ്റ് കേഴ്സർ എടുത്തിട്ട് ഞാൻ സപ്പോർട്ട്സിനെ ഓരോന്നായിട്ട് മാറ്റി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സപ്പോർട്ട് റിയാക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സൽ, ഇത് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. ഇതിനെ നമുക്ക് ഈസിലി എക്സലിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഞാനിങ്ങനെ ഒരു ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആണ്. സെലക്ട് ആയിട്ട് കോപ്പി ചെയ്ത് ഞാനിവിടെ ഒരു
എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് എക്സൽ ഫയലിനകത്തേക്ക് എനിക്ക് ഈസിലി ഇത് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് എനിക്ക് ഇവിടെ നിന്ന് എക്സൽ കോഡിംഗ് ഉപയോഗിച്ച് മാക്സിമം വരുന്ന എഫ് എക്സ് ഫോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഞാൻ ഇവിടെ നിന്ന് മാക്സിമം ഓഫ് ഓക്കെ, എൻ്റെ മാക്സിമം എഫ് എക്സ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം ഫോഴ്സുകളെല്ലാം കിട്ടും. എഫ് എക്സ്, എഫ് വൈ, എഫ് ഇസഡ്, എം എക്സ്, എം ഐ, എം ഇസഡ്. മൊമെന്റ്സ് എല്ലാം വളരെ വളരെ കുറവാണ് സപ്പോർട്ട്സിലേക്ക് വരുമ്പോൾ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ലൈക്ക് എ സിമെട്രിക് ആണ് ലോഡിങ് വരുന്നത്. ഒരു സൈഡിൽ നിന്ന് വരുന്ന മൊമെന്റിനെ മറ്റു സൈഡിലുള്ള ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എല്ലായിടത്തും മൊമെന്റ്സ് നെഗ്ലിജിബിളി അല്ലെങ്കിൽ സീറോയിലേക്ക് വന്നത്. ഒരു അൺസിമെട്രിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു മൊമെന്റ് കിട്ടിയിരുന്നു. നേരെ മറിച്ച് എഫ് വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലോഡിന്റെ റിയാക്ഷൻ, വെർട്ടിക്കൽ ലോഡുകളാണ് എല്ലാം. അപ്പൊ എഫ് വൈ എന്ന് പറയുന്നത് വലിയ വാല്യൂലേക്ക് തന്നെ വരും. എഫ് എക്സും എഫ് ഇസഡും കുറവ് വാല്യൂ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൊറിസോണ്ടൽ ലോഡുകൾ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ എർത്ത് ലോഡോ വിൻഡ് ലോഡോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലൊന്നും കൊടുക്കുന്നില്ല. സ്വേ ഒന്നും വരുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എഫ് എക്സും എഫ് ഇസഡും ഒക്കെ ചെറിയ വാല്യൂ ആണ്. ആൻസർ ജസ്റ്റിഫയബിൾ ആണ്. മാക്സിമം ഇത്രയാണ് വരുന്നത്. അപ്പൊ എക്സലിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ 374 ഏത് കേസിലാണ് വന്നതെന്നൊക്കെ നമുക്ക് എക്സലിൽ നിന്ന് തന്നെ കോഡ് VLOOKUP ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനീസും വർക്ക് ചെയ്യുന്നത്. എക്സലും സോഫ്റ്റ്വെയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാഡ് ഭയങ്കര എക്സൽ ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർ ആണ്, റിസൾട്ട് ടാബുലേറ്റ് ചെയ്തെടുക്കാൻ. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ എക്സൽ ആദ്യവും പറഞ്ഞത്. എക്സൽ കൊണ്ട് നമുക്ക് സ്റ്റാഡിന്റെ റിസൾട്ട് നമുക്ക് ഈസിലി സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അത് കിട്ടി, അനാലിസിസ് കിട്ടി. ഇനി എനിക്ക് ഡിസൈനിൽ വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ഡിസൈനിൽ പോകുന്നു, സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെ. ഞാനിവിടെ കോഡ് IS456 കൊടുക്കുന്നു. സെലക്ട് പാരാമീറ്റേഴ്സ് എല്ലാം മാറ്റിയിട്ട് ഞാൻ FI ഇതിനടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഡിഫൈൻ പാരാമീറ്റർ FC എന്ന് പറയുന്നത് 25 123 FY മെയിൻ എന്ന് പറയുന്നത് 415 415 123 FY സെക്കൻഡറി എന്ന് പറയുന്നത് 415 123. എന്നിട്ട് ഞാൻ കമാൻഡ്സിൽ പോയിട്ട് ഡിസൈൻ ബീം, ഡിസൈൻ കോളം, ഡിസൈൻ സ്ലാബ് എല്ലാം ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് അസൈൻ ടു FY മെയിൻ എനിക്ക് FCക്ക് ഫുള്ളായിട്ട് കൊടുക്കാം. അപ്പം അസൈൻ ടു വ്യൂ, FY മെയിൻ അസൈൻ ടു വ്യൂ, FY സെക്കൻഡറി അസൈൻ ടു വ്യൂ. ഇനി ഞാൻ ഡിസൈൻ ബീമിലേക്ക് വരുന്നതിന് സെലക്ട് ബീംസ് പാരലൽ ടു എക്സ് കൺട്രോൾ ചെയ്തിട്ട് സെലക്ട് ബീംസ് പാരലൽ ടു ഇസഡ്. ബീംസ് എല്ലാം സെലക്ട് ആയി. അസൈൻ ടു സെലക്ടഡ് ബീംസ്, ഡിസൈൻ ബീംസിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇനി കോളത്തിലേക്ക് വന്നിട്ട് സെലക്ട് ബീംസ് പാരലൽ ടു വൈ, കോളംസ് എല്ലാം സെലക്ട് ആയി. അസൈൻ ടു സെലക്ടഡ് ബീംസ്. ഇടയ്ക്കിടയ്ക്ക് സേവ് വന്നുകൊണ്ടിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്റ്റക്കായി ഇല്ല. ആ ഡിസൈൻ എലിമെൻ്റ് അടുത്ത് ഞാൻ വ്യൂ, സെലക്ട് കഴ്സർ, പ്ലേറ്റ്സ് എല്ലാം സെലക്ട് ചെയ്യുന്നു. അസൈൻ ടു സെലക്ടഡ് പ്ലേറ്റ്സ്. അത്രേ ഉള്ളൂ. ഒന്നുകൂടെ അനലൈസ് ചെയ്യുന്നു. റൺ അനാലിസിസ്, സേവ്, ഡൺ. 3D വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബീം എടുക്കാം. ബീം എടുക്കുമ്പോൾ ബീം ഡിസൈൻ വരും. കോളം എടുക്കാം. കോളം എടുക്കുമ്പോൾ കോളം ഡിസൈൻ വരും. കോളം റെക്റ്റാങ്കുലർ കോളം ഡിസൈൻ. സെലക്ട് കഴ്സർ, പ്ലേറ്റ് എടുക്കാം. കോൺക്രീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സ്ട്രെസ്, കോർണർ സ്ട്രെസ്, അതിൻ്റെ ഡീറ്റെയിൽസും, ടോപ്പ് സ്ട്രെസ്, മാക്സിമം സ്ട്രെസ്, സെൻറ്റർ പ്രോപ്പർട്ടി, ഇതെല്ലാം ഓരോ പ്ലേറ്റിൻ്റെ ആസ്പെക്റ്റിലും നമുക്ക് കാണാൻ പറ്റും. പ്ലേറ്റിന് നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, വോൺ മൈസസ് സ്ട്രെസ്, തിയറി ഓഫ് ഫെയിലിയേഴ്സ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വോൺ മൈസസ് പ്രിൻസിപ്പിൾ, ട്രെസ്ക പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർട്ടിയും കാര്യങ്ങളും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹൗസ് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ റെക്റ്റാങ്കുലർ ഹൗസാണ് ഞാൻ ഡിസൈൻ ചെയ്ത്. അപ്പോൾ ഇവിടെ കോളം ആക്സിയൽ കംപ്രഷൻ ആണ് ഏറ്റവും വലിയ വാല്യൂ. മൊമെന്റ്സ് ഒന്നും വലിയ പ്രശ്നമേ അല്ല. ഇൻഡിവിജ്വലി ഓരോ ബീംസിന് ചിലപ്പോൾ നല്ല മൊമെന്റ്സ് കാണും. സെലക്ട് കഴ്സർ, ബീം
ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാമിലേക്ക് പോയില്ല. പോസ്റ്റ് പ്രോസസ്സിങ് ബീംസ്, ഞാൻ ഓരോ ബീം ഗ്രാഫ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. 0.891 1.1 കിലോ ന്യൂട്ടൺ ആണ്, ബട്ട് സ്റ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല. യൂണിറ്റ്സ് കിലോ ന്യൂട്ടൺ ആണ്, അപ്പോൾ അതിനനുസരിച്ച് എന്നാലും പ്രശ്നമില്ല. ബീം എല്ലാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരും. ആക്സിയൽ ട്രസ്റ്റ് ഡയഗ്രാം വരും കേട്ടോ. ഇവിടെ ബീമിൽ ആക്സിയൽ വരും. ഇവിടെ ആക്സിയൽ ഫോഴ്സിന്റെ വാല്യൂ ഇവിടെ വരും. മൊമെന്റ് കാരണം ഫിക്സഡ് എൻഡിൽ നിന്ന് ക്രിയേറ്റ് ആവുന്നതാണ്. ഈ കണ്ടിന്യൂസ് ബീം ആയത് കാരണം ക്രിയേറ്റ് ആവുന്നതാണ്. അത് ഓർത്ത് പേടിക്കണ്ട. കോളം വരുമ്പോൾ കോളത്തിന് ഇതേപോലത്തെ ഡയമെൻഷൻസ് കാണാൻ പറ്റും. കോളത്തിന്റെ ഒന്നും BMD നമ്മൾ നോക്കൂല, കാരണം അത് കോളവും ബീമും എല്ലാം ഇതിനകത്ത് ബീം തന്നെയാണ് എന്ന കോൺസെപ്റ്റിലാണ് സ്റ്റാഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോളത്തിന് നമുക്ക് BMD ഒന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഇവർ BMD കാണിക്കും, പക്ഷെ അതൊന്നും നിങ്ങളെ ജഡ്ജ് ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് ഹൗസ് മോഡൽ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ BMDയും കാര്യങ്ങളൊന്നും വയ്ക്കണ്ട. എനിക്ക് നിങ്ങൾ ഒരു സ്ട്രെസ് ഡയഗ്രാം വയ്ക്കണ്ട. സപ്പോർട്ട് റിയാക്ഷൻസും ലോഡ് കോമ്പിനേഷൻസും മാത്രം കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ബീമിന്റെ എല്ലാത്തിനെയും ഡിസൈൻ കാണിക്കണം. ഏതെങ്കിലും ഒരു ബീമിന്റെ SFD BMD വല്ലതും എടുത്ത് വെച്ചാൽ മതി. ഇതിന്റെ 3D വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സ്ട്രക്ചറിന്റെ 3D വ്യൂ ആണിത്. ഇത് ഭയങ്കര ഗണിത ഔട്ട്പുട്ട് ഒന്നും അല്ല. ഇത് സ്റ്റാഡിന് ഇത്രയൊക്കെ ഉള്ളൂ 3D ഫീച്ചേഴ്സ്. അതിന് നമ്മൾ വേറെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യണം, Revit 3ds Max ഒക്കെ യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ സംഭവം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സ്കെൽറ്റൽ ഫ്രെയിം കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ബാക്കി ചുമരും കാര്യങ്ങളും ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ ലോഡായിട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നും എന്തെങ്കിലും പറയാനുണ്ടോ? ട്രാൻസ്ലേറ്റ് റിപ്പീറ്റ് പറഞ്ഞു. മിറർ ഒന്നും യൂസ് ചെയ്യേണ്ടി വരില്ല. സ്നാപ്പ് നോഡ്, 8 നോഡഡ് പ്ലേറ്റ്സ്, സർഫസ്, ഇല്ല. ഇത്രയും ഓപ്ഷൻസ് അറിയേണ്ട ആവശ്യമുള്ളൂ. 3Dയും കൂടെ അറിഞ്ഞിരുന്ന 3D ഇങ്ങനൊരു ഇമേജും കൂടെ നമ്മുടെ സ്നിപ്പിനകത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. പറ്റിയാൽ അതുകൂടെ ഒന്ന് എടുത്ത് വെച്ചേക്ക് എല്ലാ എക്സ്പെരിമെന്റ്സിനും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ സ്റ്റാഡിൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞു. കോമ്പിനേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കോമ്പിനേഷൻ ഒന്നും ഒരിടത്തും ചെയ്യിപ്പിക്കുന്നില്ല. ഇൻഫാക്റ്റ് നമ്മൾ ഈ ചെയ്ത എക്സസൈസ് ഇൻറ്റൻസിറ്റി വേറെ സ്ഥലത്ത് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാൻ അവരുടെ കോളേജ് ചോദിച്ചപ്പോൾ ഈ ഹൗസിൻ്റെയൊക്കെ ടൈപ്പ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ നിർത്തുക. ഇതിലേക്ക് അതിനപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. എക്സാമിന് ഞാൻ ഇതൊക്കെ ചോദിക്കാം കേട്ടോ. എക്സാമിന് ഞാൻ സ്റ്റാഡ്, കാരണം സ്റ്റാഡും ഓട്ടോക്യാഡും മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പം ഞാൻ അത് നല്ലപോലെ ചോദിക്കും. പ്രൈമവേറ ഞാനല്ല എന്തായാലും ഇടുന്നത്. അത് സ്റ്റാഡിൽ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.